ആൻഡ് Gyromic ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ് S25 Ultra'യും ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 16 Pro Max എന്ന സ്മാർട്ട് ഫോൺസിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുവാണെങ്കിൽ സാംസങ്ങിന്റെ S25 Ultra'ക്കകത്ത് 6.8 ഇഞ്ചസിന്റെ ഡൈനാമിക് LTPO AMOLED 2X പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ HDR10+, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിനോടൊപ്പം 2600 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസും ഡോൾബി വിഷൻ ആൻഡ് അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിനോടൊപ്പം കോണിംഗ് ഗൊറില്ല ആർമർ പ്രൊട്ടക്ഷനിലാണ് ഈ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. അതുപോലെ iPhone 16 Pro Max ഡിസ്പ്ലേ ചെക്ക് ചെയ്യുവാണെങ്കിൽ 6.9 ഇഞ്ചസിന്റെ LTPO സൂപ്പർ റെറ്റിന XDR OLED പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, HDR10, ഡോൾബി വിഷൻ, അതുപോലെ 2000 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസിനോടൊപ്പം ഫേസ് ID, സെറാമിക് ഷീൽഡ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനിലാണ് ഈ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെയും സെൽഫി ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 16 Pro Maxൽ 12 മെഗാപിക്സലിന്റെ 23mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ OIS ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ HDR, ഡോൾബി വിഷൻ, HDR-നോടൊപ്പം 3D ഓഡിയോ സപ്പോർട്ടും അതുപോലെ 4K 30, 24 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് S25 Ultra'യിൽ 12 മെഗാപിക്സലിന്റെ 26mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. HDR10+നോടൊപ്പം ഡുവൽ പിക്സൽ PDAF-നോടൊപ്പം 4K 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് മെയിൻ ക്യാമറ സെൻസേഴ്സ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 16 Pro Maxൽ 48 മെഗാപിക്സലിന്റെ 24mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡുവൽ പിക്സൽ PDAF-നോടൊപ്പം സെൻസർ ഷിഫ്റ്റ് OS ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് 12 മെഗാപിക്സലിന്റെ 120mm സപ്പോർട്ട് ചെയ്യുന്ന പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ്. 5x ഒപ്റ്റിക്കൽ സൂമും 3D സെൻസർ ഷിഫ്റ്റ് OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് 48 മെഗാപിക്സലിന്റെ 13mm സപ്പോർട്ട് ചെയ്യുന്ന അൾട്രാ വൈഡ് ലെൻസിനോടൊപ്പം TOF 3D ലൈഡാർ സ്കാനർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30, 60, 120 FPS മാക്സിമം നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 10-bit HDR, ProRes, 3D സ്പേഷ്യൽ സപ്പോർട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ S25 Ultra'യിൽ 200 മെഗാപിക്സലിന്റെ 24mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ മൾട്ടി ഡിറക്ഷണൽ PDAF OS സപ്പോർട്ട് ചെയ്യുന്ന ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് 10 മെഗാപിക്സലിന്റെ 67mm സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ലെൻസ്, OS അതുപോലെ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് 50 മെഗാപിക്സലിന്റെ 111mm സപ്പോർട്ട് ചെയ്യുന്ന പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസിനകത്ത് OS അതുപോലെ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലായിട്ട് 50 മെഗാപിക്സലിന്റെ 13mm സപ്പോർട്ട് ചെയ്യുന്ന അൾട്രാ വൈഡ് ലെൻസ് ആണ്. ഈ ഒരു ലെൻസിൽ ഡുവൽ പിക്സൽ PDAF-ഉം സൂപ്പർ സ്റ്റഡി മോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഒരു മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം 8K 24 അല്ലെങ്കിൽ 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 4K 30, 60, 120 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ HDR10+, സ്റ്റീരിയോ സൗണ്ട്, ഗൈറോ EIS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ പവർഫുൾ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ S25 Ultra'യിൽ Qualcomm Snapdragon 8Elite 3nm ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒക്ടാകോർ CPU-നോടൊപ്പം Adreno 830 GPU ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 15-നോടൊപ്പം അപ് ടു 7 മേജർ അപ്ഡേറ്റ്സും 1UI 7-ലുമാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ 16 Pro Maxൽ നോക്കുവാണെങ്കിൽ ആപ്പിളിന്റെ A18 Pro 3nm ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെക്സാകോർ CPU, ആപ്പിൾ 6-core GPU-യോടൊപ്പം iOS 18-ൽ വരുന്ന iOS 18.2.1 വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന വെർഷനിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. ആൻഡ് ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 16 Pro Maxൽ 8GB 256 സ്റ്റോറേജ് ആണ് സ്റ്റാർട്ടിംഗ് വന്നിട്ടുള്ളത്. അതുപോലെ 8GB 1TB ആണ് മാക്സിഡ് വെർഷൻ. 27 grams വെയിറ്റിൽ വരുന്ന 4 കളേഴ്സിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് S25 Ultra ചെക്ക് ചെയ്യുവാണെങ്കിൽ 12GB 256 ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ്. അതുപോലെ 16GB 1TB ആണ് മാക്സിഡ് വെർഷൻ. UFS 4 സ്റ്റോറേജ് ടൈപ്പിൽ വരുന്ന 219 grams വെയിറ്റിൽ വരുന്ന 4 കളേഴ്സ് സ്മാർട്ട് ഫോൺസ് ആണ് ഇതിനകത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലായിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ സാംസങ്ങിന്റെ S25 Ultra'യിൽ 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 45 വാട്ട്സിന്റെ വയർഡ് PD 3.0 ചാർജിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 25 വാട്ട്സിന്റെ വയർലെസ് QI2 ചാർജിംഗും 4.5 വാട്ട്സിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ 16 Pro Maxൽ 4685 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വയർഡ് PD 2.0 സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 25 വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗും 4.5 വാട്ട്സിന്റെ റിവേഴ്സ് വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് സാംസങ്ങിന്റെ S25 Ultra'യും ആപ്പിളിന്റെ iPhone 16 Pro Maxന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ മികച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.